രാജ്യം കൊണ്ടു നടക്കുന്ന ആളാണ്. അദ്ദേഹത്തെ വെടിവെച്ച് വെല്ലും എന്ന് ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് അത് ഗൗരവമായിട്ട് എടുക്കണമല്ലോ. പിന്നല്ലേ സംസ്ഥാന ഗവൺമെൻറ് ഈ നിയമസഭയിൽ അത് ഒരു നിസ്സാര സംഭവം അങ്ങനെയാണ് പറഞ്ഞത്. ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇതിനെതിരെ പ്രതിഷേധമൊന്നും ഉയർന്നില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ചാനൽ ചർച്ചയിലൂടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു ദേശീയ നേതാവിന്, അദ്ദേഹം ഈ സംസ്ഥാനത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആളാണ്, അദ്ദേഹത്തിന് നെഞ്ചിൽ വെടി ഉതിർക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഊമക്കത്ത് കിട്ടിയാൽ അതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കണ്ടേ? നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെൻറ് ഇത് നിസ്സാരം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? പ്രതിപക്ഷത്തിൻ്റെ പ്രകടനവും പാർട്ടിയുടെ പ്രതിഷേധമൊക്കെ നോക്കിയിട്ടാണോ ഭരിക്കുന്ന ഗവൺമെൻറ് ഈ കാര്യത്തിൽ? അദ്ദേഹം സെക്യൂരിറ്റി ഉള്ള ആളാണ്, ഹൈ പ്രയോറിറ്റിയിൽ രാജ്യം കൊണ്ടു നടക്കുന്ന ആളാണ്. അദ്ദേഹത്തെ വെടിവെച്ച് വെല്ലും എന്ന് ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് അത് ഗൗരവമായിട്ട് എടുക്കണമല്ലോ. പിന്നല്ലേ സംസ്ഥാന ഗവൺമെൻറ് ഈ നിയമസഭയിൽ അത് ഒരു നിസ്സാര സംഭവം അങ്ങനെയാണ് പറഞ്ഞത്. അത്ഭുതകരമായിരിക്കുന്നു. പ്രതിഷേധമാണ് വേണ്ടത് എങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ UDF ഈ കാര്യത്തിൽ പ്രതിഷേധിക്കും, യാതൊരു സംശയവും വേണ്ട. BJP നമുക്കറിയാലോ, ഇന്ത്യ മുന്നണി ബീഹാറിൽ രാഹുൽ ഗാന്ധി പര്യടനം നടത്തിയ സന്ദർഭത്തിൽ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ അവിടെ ഹർത്താൽ നടത്തി, പ്രതിഷേധം നടത്തി. എന്തെല്ലാം ആക്ഷനാണ് അവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും എതിരായി എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചാനൽ ചർച്ചയിലൂടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ, പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവിനെ, ശ്രീ രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ? ആ നിസ്സാര കാര്യം എന്ന് പറഞ്ഞത് തന്നെ തീരെ ശരിയായില്ല. ഞങ്ങൾ വിചാരിച്ചത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ നടപടികൾ അസംബ്ലിയിൽ പറയുന്നതാണ്, അതുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു ഊമക്കത്ത് ഗൗരവത്തിലെടുക്കണം, ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഗൗരവത്തിലെടുക്കണം, അതിൻ്റെ മുകളിൽ ആക്ഷൻ വേണം. ഓപ്പണായിട്ട് പറഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല എന്ന് എന്താ ഗവൺമെൻറ്റിന് ഉറപ്പ്? അങ്ങനൊരു സംഭവം നടക്കൂല എന്ന് എന്താ സർക്കാരിന് ഉറപ്പ്? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ പ്രേരണ? എവിടെ നിന്നാണ് ഇത് വന്നത്? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഇതൊക്കെ നോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ടതല്ലേ വെടിവെപ്പുകൾ? നെഹ്റു കുടുംബത്തിനെ ഫിനിഷ് ചെയ്തത് ഇന്ത്യ കണ്ടതല്ലേ? അത് നിസ്സാര കാര്യമാണോ? അതുകൊണ്ട് തന്നെ ആ സംഭവം വളരെ നിസ്സാരം എന്ന് പറഞ്ഞതിൽ അതിയായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയരും. UDF അതിൽ പ്രതിഷേധിക്കും, യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും ഇത് എന്താ പറയുക, പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിസ്സാരം എന്നുള്ളത് ഒരു അൺഹോളി അലയൻസായി ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല.